മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് ദുരന്തമുണ്ടായിരിക്കുന്നു, മരണം സംഭവിച്ചിരിക്കുന്നു, അപകടം പറ്റിയിട്ട് ആശുപത്രിയിലേക്ക് ആളുകളെ എത്തിച്ചിരിക്കുന്നു. ഇവർക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അസുഖമൊക്കെ ഭേദമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പോലും ഒരു ഉളുപ്പവുമില്ലാതെ ലീഗ് മന്ത്രി വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടോ? മേപ്പാടി പ്രദേശത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇതിന് എല്ലാ അനുമതിയും കൊടുത്തത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ്. എല്ലാ അനുമതിയും കൊടുത്തത്. അങ്ങനെയാണ് തുരങ്കത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ആരംഭിക്കുന്നത്. ഇപ്പോൾ വളരെ നിർഭാഗ്യമായി, കാരണം നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. മണ്ണിടിഞ്ഞു, 8 ആളുകൾ മണ്ണിനടിയിൽ വിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഒരാളെ അവിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് ഇപ്പം വ്യക്തമായൊരു വിവരം കിട്ടിയിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ വെച്ചാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊങ്കൺ നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മൾ PWD അല്ല വർക്ക് നടത്തുന്നത്. ഇതൊക്കെ ആര് കൊങ്കനാണ്. നമുക്ക് നമ്മുടെ എഞ്ചിനീയറിംഗിൽ നിന്ന് യാതൊരു മേൽനോട്ടം കൺട്രോൾ ചെയ്തില്ല. നമുക്കൊരു കൺട്രോൾ ഇല്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. PWD ഒരു നോക്കുകുത്തിയായിരുന്നു. PWDക്ക് അതിൽ യാതൊരു പാർട്ടും അതിൽ കിട്ടിയിട്ടില്ല. ലേശ കൊളുപ്പൊക്കാവണ്ട. ഏത് മന്ത്രിയാണെങ്കിലും എല്ലാം കേന്ദ്രമാണ് എല്ലാത്തിനും അനുമതി കൊടുത്തത്. സകലതൊക്കെ നാണല്ലേ ഇങ്ങനെ വിളിച്ചു പറയാൻ? ഒരു കൺട്രോളും ഞങ്ങളെയില്ല, ഒരു കൺട്രോളും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ആ നാവ് ഒന്ന് ഉള്ളിലേക്ക് വെക്കുമ്പോഴേക്ക് അടുത്തുള്ള IAS ഉദ്യോഗസ്ഥ അതേ മന്ത്രിക്കടുത്ത് നിന്ന് അവരുടെ റോളിനെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുപോകും. കിഫ്ബിയുടെ ഫണ്ടിൽ അവിടെ ചെയ്യുന്നതാണ്. ഞങ്ങൾ എഞ്ചിനീയേഴ്സിനല്ല മേൽനോട്ടം. പക്ഷെ ഞങ്ങൾ ശക്തമായ മീറ്റിങ്ങിനകത്ത് സാറ് വിട്ട മീറ്റിങ്ങിനകത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജോലിക്കാരും അവിടെ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ടില്ല. പെട്ടത് എഞ്ചിനീയേഴ്സും സെക്യൂരിറ്റി ഗാർഡും ആണെന്നാണ് പറയുന്നത്. അവിടെ വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും വലിയ ദുരിതത്തിലേക്ക് പോയത്. അത് മിനിസ്റ്റർ വളരെ സ്ട്രോങ് ആയി 3 മീറ്റിംഗ് ഈ കഴിഞ്ഞ 3 ആഴ്ചേൻ്റെ ഇടയ്ക്ക് മന്ത്രി അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വിളിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞയപ്പിച്ചു. അടുത്ത ആഴ്ചയും കൂടെ ഞങ്ങൾക്ക് ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ വെച്ചിട്ട് അത്രയും ഞങ്ങൾ ഗാർഡഡ് ആയിരുന്നു. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരത്തെ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്താണ്. അതുകൊണ്ടാണ് അവിടെ എഞ്ചിനീയേഴ്സും മറ്റവരും മാത്രമായത്. മണ്ണ് കൂട്ടിയിട്ട് പോയിരുന്നു മഴക്കാലത്തിന് മുമ്പ് തന്നെ. അതുകൊണ്ട് ഇനി ആ മണ്ണ് എടുപ്പിക്കാൻ നിന്നിരുന്നെങ്കിൽ ആ എടുപ്പിക്കുന്ന പണിക്കാരും കൂടെ അതിൻ്റെ ഉള്ളിൽ പെട്ടേനെ. അതുകൊണ്ട് ഞങ്ങൾ CAയുടെ ഓഫീസേഴ്സും എൻവയോൺമെൻറ്റൽ ഓഫീസേഴ്സും ആയിട്ടാണ് പോയത്. വലിയ ടീമാണ് പോയത്. അപ്പോൾ CAയുടെ എഞ്ചിനീയേഴ്സും പറഞ്ഞത് ഇപ്പം ഇനി ആ മണ്ണ് തൊടണ്ട, പകരം അവിടെ ഏരിയ എന്നുള്ള ആൾക്കാരും അതിൻ്റെ താഴ്ഭാഗത്ത് മീനാക്ഷി പോയുടെ അടുത്ത് നിന്നുള്ള വീട്ടുകാരെയും കൂടെ ആവശ്യമുണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കണം, ചെലവ് കൊങ്കൺ എടുപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശം കൊടുത്തു. നിങ്ങൾ കേട്ടില്ലേ? അതായത് മന്ത്രി പറയാണ് ഞങ്ങൾക്കൊരു കൺട്രോളും ഇല്ല. അതേ പ്രസ് മീറ്റില് അതേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് അതേ മന്ത്രിക്കരികിൽ നിന്ന് പറയാണ് ഞങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടായതുകൊണ്ട് അപകടമൊക്കെ കുറയാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ മലയാളി ചിന്തിക്കണേ, ഒരു മന്ത്രിക്കരികിൽ നിന്നാ ഇത് പറയുന്നത്. ഏത് മന്ത്രിക്കരികിൽ നിന്ന്? ഒരു കൺട്രോളും ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞു, ഒക്കെ കേന്ദ്രാന്ന് വിളിച്ചു പറഞ്ഞ് മന്ത്രിക്കരികിൽ നിന്ന് IAS ഉദ്യോഗസ്ഥ പറയാണ് ഞങ്ങൾ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ട് അപകടം കുറഞ്ഞിട്ടുണ്ട്. മയക്ക് മുമ്പ് തന്നെ അവിടെ മണ്ണ് കൂട്ടിയിട്ടിരുന്നു, അത് മാറ്റിയിട്ടില്ല. വ്യക്തമായിട്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന മണ്ണ് മാറ്റാൻ ഒരു നിർദ്ദേശം കൊടുത്ത് എന്നൊക്കെ ആളുകൾ മാധ്യമങ്ങളിലൂടെ പറയുമ്പോഴും ഉദ്യോഗസ്ഥ പറയുന്നത് നേരെ തിരിച്ചല്ലേ. ഇത് കേരള സർക്കാർ, ഇതിലൊക്കെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് കേരള സർക്കാരിനുണ്ട്. യാഥാർത്ഥ്യമാണ്, ഇത് വെറുതെ പറയുന്നല്ല. ഞാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു എക്സ്പോസ്റ്റ് ഞാനത് വായിച്ചേൽപ്പിക്കാം. വളരെ വ്യക്തമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ യജാതി ഫോട്ടോഷൂട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഞാനത് വായിച്ചേൽപ്പിക്കാം. അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റ് ആണ്. നൽകിയ വാക്ക് പാലിച്ചു. വയനാടിന്റെയും മലബാറിന്റെയും വികസന കുതിപ്പിന് പുതിയൊരു പാത ഒരുക്കുന്ന ആനക്കാമ്പോയിൽ കല്ലാടി മേപ്പാടി ടണൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കിഫ്ബി വഴി 2143 കോടി രൂപ അനുവദിച്ച ഈ പദ്ധതി പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളമേറിയതും ഇന്ത്യയിലെ 3ാമത്തെ നീളമേറിയതുമായ ടണലായി മാറുന്ന ഇത് വരും തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായുള്ള നമ്മുടെ യാത്രയിലെ സുപ്രധാന നായികക്കല്ലാണ്. ഞാനൊരു ഉദാഹരണം എടുത്ത് മുന്നോട്ട് വെച്ചേ എന്നുള്ളൂ. വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് എന്തുമാതിരി റീലുകൾ മുൻ മുഖ്യമന്ത്രി രംഗത്തിറക്കിയിട്ടുണ്ട്. അപ്പോ ഈ PK ബഷീറൊക്കെ എവിടെയായിരുന്നു? PK ബഷീർ ഒന്ന് ഇറങ്ങിയിട്ടതൊക്കെ കേന്ദ്രമാണ്, പിണറായി പറ്റിക്കുകയാണെന്നൊന്ന് പറയാൻ PK ബഷീറിനെ നമ്മൾ ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ മന്ത്രിയായപ്പോ
ഞങ്ങൾക്കൊരു റോളും ഇല്ല. മന്ത്രി നോക്കുകുത്തിയാണോ? ലളിതമായ ചോദ്യ. മന്ത്രിക്ക് ഇതിലൊന്നും ഇടപെടാൻ അറിയില്ലേ? അതാ മലയാളികൾക്ക് ചോദിക്കാനുള്ളത്. സകലത് കേന്ദ്രം മുസ്ലിം ലീഗിന്റെ ഒരു പൊളിറ്റിക്സ് സകല മലയാളികൾ തിരിച്ചറിയണോ? എന്തു പറഞ്ഞാലൊക്കെ BJP. അത് കേട്ട് കുറെ ആളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചോളല്ലോ. പ്രത്യേകിച്ച് ചിന്തിച്ച് ഇയാള് പറയുന്ന മണ്ടത്തരം എന്ന് പറയാൻ മുസ്ലിം ലീഗ് അണികൾ ഇപ്പോഴും പഠിച്ചിട്ടില്ലല്ലോ. അകല മലയാളികളും വിവേകത്തോടു കൂടി തിരിച്ചറിയാ, ഒരു മന്ത്രി ഒരു കൺട്രോളും ഇല്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് പറയുന്ന അതേ സമയത്ത് ഒപ്പമുള്ള IAS ഉദ്യോഗസ്ഥർ പറയുന്നു ഞങ്ങൾ ഇടപെട്ടു, ഞങ്ങൾ ഇടപെടലുകൾ കൊണ്ട് അപകടം കുറയ്ക്കാൻ സാധിച്ചു, മയക്ക് മുമ്പേ തന്നെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് അതൊക്കെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. IAS ഉദ്യോഗസ്ഥർ പറഞ്ഞത് കൃത്യമായിട്ട് കേട്ടാൽ മന്ത്രിക്ക് ഒരു അറിവ് ഇതുമായി ബന്ധപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് യാഥാർത്ഥ്യം. ഇനി PK ബഷീർ ഈ പറയുന്ന മുസ്ലിം ലീഗ് മന്ത്രിയൊക്കെ സുരേഷ് ഗോപിയിൽ നിന്ന് രാഷ്ട്രീയം പഠിക്കണം. ഒരു ദുരന്തം സംഭവിച്ചാൽ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് ജനങ്ങളോട് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്ന് അദ്ദേഹം എത്ര സുന്ദരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. നിങ്ങൾ നോട്ടു. നമുക്കിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും നമുക്ക് ദുരന്തം അല്ല, ഇത് പാഠമാവണം. നമ്മളെപ്പോഴും അതാണ് പറയുന്നത്. ഇതിനി സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. പക്ഷെ ഇനി സംഭവിക്കരുത് എന്ന് പറയുന്ന കരുതൽ ഒരിക്കലും തുടർന്നുണ്ടാവുന്നില്ല. ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ വയ്യ. ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കർശനമായ നടപടിയും സർക്കാർ എടുക്കും, കേരള സർക്കാർ എടുക്കും. അല്ല, അതെ, ആ മണ്ണ് മാറ്റണം എന്ന് കളക്ടർ ആവശ്യപ്പെട്ടിരുന്നതാണ്, വാർണിംഗ് തന്നെ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയുമ്പോൾ ഇത് മനുഷ്യനിർമ്മിതമാണ്, അലംഭാവം കൊണ്ടാണെന്നൊക്കെ പറയേണ്ടി വരുന്നെങ്കിലും നഷ്ടപ്പെട്ടത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അത് വേദന ഉള്ള നഷ്ടവുമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും അല്ല, ഇനി അങ്ങോട്ട് ഇതിൻ്റെ കാഠിന്യം ഏറും. ഇതിൻ്റെ ഒരു വർക്ക് സ്പോട്ടിലുണ്ടാവാവുന്ന ഓരോ ഘട്ടത്തിലും ഉണ്ടാവാവുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ഒരു മുൻകരുതലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചിലപ്പം വിമർശനത്തിൻ്റെ ഭാഗമായിരിക്കും. പലപ്പോഴും വികസനത്തിന് എതിര് നിൽക്കുന്നവരുടെ അഭിപ്രായ പ്രകടനം മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇത്രയും വലിയൊരു പദ്ധതിയൊക്കെ അങ്ങനെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് പഠിക്കാതൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ തന്നെ നമ്മുടെ അതിനുവേണ്ടി കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു വിഭാഗം അതിനെ തടയില്ല. അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് ബഹുമാന്യനായ മുഖ്യമന്ത്രി അതിനുള്ള സംഘത്തെ നിയോഗിച്ച് അങ്ങനെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പഠനം നടത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ. നിങ്ങൾ കേട്ടില്ലേ? അതായത് എത്ര സുന്ദരമായിട്ടാണ് സുരേഷ് ഗോപി മറുപടി പറഞ്ഞിട്ടുള്ളത്. ഓരോ തരത്തിലും ഒരു സർക്കാരിന്, അതായത് കേരള സർക്കാരിനെതിരെ ഒരക്ഷരം ഉണ്ടാകുന്നിട്ടില്ല. നിന്നിട്ടില്ല. ഇത് വേദനയാണ്. നമ്മളിതൊക്കെ പാഠമായിട്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. കൃത്യമായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, പല ചോദ്യങ്ങളും തിരിഞ്ഞും മറിഞ്ഞും ചോദിക്കുമ്പോൾ അതൊക്കെ എത്ര സുന്ദരമായിട്ടാണ് വികസന വിരോധികൾ എന്നാ പറയുന്നത്. അല്ലാതെ ഇന്ന സർക്കാരോ ഇന്ന പാർട്ടി ഇതൊന്നുമില്ല. ഇതാണ് ഒരു അപകടം വരുമ്പോൾ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ മാന്യത. അത് മുസ്ലിം ലീഗ് മന്ത്രിയൊന്നും തൊട്ട് നീണ്ടിയിട്ടില്ല എന്ന് പറയൂലേ, ഒരു മാന്യത എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ മറ്റൊന്ന്, ഇപ്പോ സകല മാധ്യമങ്ങളിൽ ഓടുന്നുണ്ട് മണ്ണ് മാറ്റാൻ ഞങ്ങൾ ഒരു പറച്ചിലും പറഞ്ഞിട്ടില്ല എന്നുള്ളതും IAS ഉദ്യോഗസ്ഥ കൃത്യമായിട്ട് എടുത്ത് വരുന്നുണ്ട്. അവർ പറയുന്നത് മയക്ക് മുമ്പ് തന്നെ കൂട്ടിയിട്ടിരുന്നു, അത് മാറ്റിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം എന്നുള്ള രീതിയിലാണ് IAS ഉദ്യോഗസ്ഥ പറയുന്നത്. പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥയാണ്. ഇതൊക്കെ തന്നെ സകല മലയാളികൾ തിരിച്ചറിയാം. എന്ത് വരുമ്പോഴേക്ക് ലീഗ് മന്ത്രിയോടൊക്കെ പറയാം BJPയോ എന്ന് പറയുമ്പോൾ കുറെ മണ്ടൻ അണികൾ ചിലപ്പോ കൈയടിക്കാൻ സാധ്യതയുണ്ട്. വിവേകമുള്ളവർക്ക് പുച്ഛ തോന്നുക. സുരേഷ് ഗോപിയൊക്കെ എങ്ങനെയാണ് ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് എന്ന് കണ്ട് പഠിക്കണോ ഈ മുസ്ലിം ലീഗ് മന്ത്രി ഉൾപ്പെടെ.